20.6 Zeros of an irreducible. Let f of x be an irreducible polynomial over a field f. If f has characteristic 0, then f of x has no multiple zeros. If f has characteristic p not equal to 0, then f of x has a multiple 0 only if it is of the form g of x is equal to g of x raised to f of x is equal to g of x raised to p for some g of x in f of x. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് ഓവർ എ ഫീൽഡ് എഫ്. ഇഫ് എഫ് ഹാസ് ക്യാരക്ടറിസ്റ്റിക് 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന് മൾട്ടിപ്പിൾ സീറോസ് ഒന്നുമില്ല എന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ എഫിന് ക്യാരക്ടറിസ്റ്റിക് പി നോട്ട് ഈക്വൽ ടു 0 ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് then f of x has a multiple 0 only if it is of the form f of x is equal to g of x raised to p for some g of x in f of x. ഇത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് ഹാസ് എ മൾട്ടിപ്പിൾ 0 then by തിയറം 20.5 എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഡാഷ് എക്സ് ഹാവ് എ കോമൺ ഡിവൈസർ ഓഫ് പോസിറ്റീവ് ഡിഗ്രി ഇൻ എഫ് ഓഫ് എക്സ്. ഇഫ് എഫ് ഓഫ് എക്സ് ഹാസ് എ മൾട്ടിപ്പിൾ 0 then by തിയറം 20.5. അപ്പോൾ മൾട്ടിപ്പിൾ 0 ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇറഡ്യൂസിബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ്, അത് നമ്മൾ അസ്യൂം ചെയ്യും. ഇപ്പോൾ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണ്. ഇനി മൾട്ടിപ്പിൾ 0 ഉണ്ടെന്ന് വിചാരിക്കുക. then by തിയറം 20.5 എഫ് ഓഫ് എക്സിന് എഫ് ഡാഷ് എക്സിന് ഒരു കോമൺ ഡിവൈസർ ഓഫ് പോസിറ്റീവ് ഡിഗ്രി ഇൻ എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് കിട്ടും. 20.5 നമ്മൾ പഠിച്ചതാണ്. സിൻസ് ദ ഓൺലി ഡിവൈസർ ഓഫ് പോസിറ്റീവ് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ് ഈസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട് അതിന് വേറെ എന്താണ് ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ ഡിവൈസർ അത് തന്നെ ഉള്ളൂ, വേറെ ഡിവൈസേഴ്സ് ഒന്നും വരത്തില്ല അപ് ടു അസോസിയേറ്റ്സ്. വി സി ദാറ്റ് അപ്പം എഫ് ഓഫ് എക്സിനും എഫ് ഡാഷ് എക്സിനും മൾട്ടിപ്പിൾ 0 ഉണ്ടെങ്കിൽ രണ്ടിനും ഒരു കോമൺ ഡിവൈസർ ഓഫ് പോസിറ്റീവ് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഡിവൈസർ ആകെ എഫ് ഓഫ് എക്സ് ഉള്ളൂ. അങ്ങനെയാണ് എഫ് ഡാഷ് എക്സിനെയും എഫ് ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യും എന്ന് നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡാഷ് എക്സിൻ്റെ ഡിഗ്രി എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രീനേക്കാളും കുറവായിരിക്കുമല്ലോ, ലെസ് ദാൻ ഓർ ഈക്വൽ കുറവാണ്. അങ്ങനെയുള്ളൊരു പോളിനോമിയലിനെ എഫ് ഓഫ് എക്സിന് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. ബിക്കോസ് എ പോളിനോമിയൽ ഓവർ എ ഫീൽഡ് കനോട്ട് ഡിവൈഡ് എ പോളിനോമിയൽ ഓഫ് സ്മോളർ ഡിഗ്രി വി മസ്റ്റ് ഹാവ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0. Now what does it mean to say that f dash x equal to 0? f dash x equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും നമ്മൾ പറഞ്ഞു. പിന്നെ കാരണം പോളിനോമിയൽ സ്മോളർ ഡിഗ്രി എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ല, അതുകൊണ്ട് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യാമല്ലോ എഫ് ഡാഷ് എക്സിനെ, അതേ ഉള്ള ഒരു പോസിബിലിറ്റി. ഇനി നൗ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു സേ? ഇനി എഫ് ഡാഷ് എക്സ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഫ് ഓഫ് എക്സിൻ്റെ ഫോം ഇങ്ങനത്തെ ഒരു n ഡിഗ്രി പോളിനോമിയലാണെന്ന് വിചാരിക്കുക. n x റേസ് ടു n പ്ലസ് n മൈനസ് 1 x റേസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് a1 x പ്ലസ് a0 ആണെന്ന് വിചാരിക്കുക. ദെൻ എഫ് ഡാഷ് എക്സ് ഇസ് ഇക്വൽ ടു n ഇൻറ്റു a n x റേസ് ടു n മൈനസ് 1 പ്ലസ് n അങ്ങനെ എഴുതാം. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇസ് ഇക്വൽ ടു 0 ആണെങ്കിൽ ഇതിലെ ഓരോ കോൺസ്റ്റൻസും കോഎഫിഷ്യൻറ്റും 0 ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k ഇൻറ്റു a k ഇസ് ഇക്വൽ ടു 0 ഫോർ k is equal to 1, 2, etc. up to n. So when characteristic of f is equal to 0, we have f of x is equal to a0, which is not an irreducible polynomial. അപ്പോൾ k into a k is equal to 0 for k is equal to 1, 2, etc. up to n നമുക്ക് കിട്ടി. ഓക്കെ, ഇനി രണ്ട് കേസ് ഉണ്ടല്ലോ. ക്യാരക്ടറിസ്റ്റിക് എഫ് ഇക്സ് ഈക്വൽ ടു 0 ഉള്ളതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് എഫ് ഈസ് ഈക്വൽ ടു പി വരുന്നതുകൊണ്ട്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ വി ഹാവ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു a0. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് എഫ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എഫിലെ എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് അത് ഓരോ ഇപ്പോൾ എ കെ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോൺസ്റ്റൻറ്റുകളെല്ലാം ഈ കോഎഫിഷ്യൻറ്റുകളെല്ലാം പോളിനോമിയൽ കോഎഫിഷ്യൻറ്റുകളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? എഫിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു n കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. സച്ച് ദാറ്റ് n ഇൻറ്റു എ n ഈസ് ഈക്വൽ ടു 0 അല്ലെ n ഇൻറ്റു ഒരു എലമെൻറ്റ് ഇൻ ക്യാപിറ്റൽ എഫ് ഈസ് ഈക്വൽ ടു 0 ആവുന്ന രീതിയിൽ നമുക്കൊരു n-നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ k ഇൻറ്റു എ കെ ഈസ് ഈക്വൽ ടു 0 നമുക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് എഫ് 0 ആണെങ്കിൽ അങ്ങനെ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു k നമുക്ക് കിട്ടത്തില്ല. So when a characteristic f is equal to 0, characteristic f is equal to 0 ആണെങ്കിൽ
കെ ഇൻറ്റു എ കെ ഈക്വൽ ടു 0 ആവുന്ന രീതിയിൽ നമുക്കൊരു കെയിനെ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. എല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരെണ്ണത്തിനെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ കെ ഇൻറ്റു എ കെ ഈക്വൽ ടു 0 ആവുകയും ചെയ്യണം. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ എ കെകളല്ല 0 ആവുക, അതേ ഉള്ളൂ പോസിബിലിറ്റി. ഫോർ കെ ഈക്വൽ ടു 1 to up to n. അപ്പോൾ എ കെ 1 മുതൽ n വരെയുള്ളതെല്ലാം 0 ആയി കഴിഞ്ഞാൽ ബാക്കി പിന്നെ എഫ് ഓഫ് എക്സിനകത്ത് എന്തോ ഉള്ള എ നോട്ട് മാത്രമേ ഉള്ളൂ. വി ഹാവ് എഫ് ഓഫ് എക്സ് എ നോട്ട്, അതൊരു പോളിനോമിയൽ ഓഫ് 0 ഡിഗ്രിയാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. നമുക്ക് അതിനെ പറയാൻ കഴിയില്ല. ദിസ് കോൺട്രഡിക്ട്സ് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ്. Okay, so when characteristic f is equal to 0, we have f of x is equal to a naught, which is not an irreducible polynomial. This contradicts the hypothesis that f of x is irreducible over f. Okay, അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനായി. അതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് നോട്ട് ദിസ് കോൺട്രഡിക്ട്സ് ദ ഹൈപ്പോത്തസിസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ്, ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എഫ് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആണ്. യൂണിറ്റിനെ ഒന്നും റെഡ്യൂസിബിളായിട്ട് നമ്മൾ കണക്കാക്കത്തില്ല. ദാസ് എഫ് ഓഫ് എക്സ് ഹാസ് നോ മൾട്ടിപ്പിൾ സീറോസ്. മൾട്ടിപ്പിൾ സീറോസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. അതുകൊണ്ട് എഫ് ഓഫ് എക്സിന് മൾട്ടിപ്പിൾ സീറോസ് ഒന്നുമില്ല എന്ന് ഉള്ള നിഗമനത്തിൽ നമ്മൾ എത്തും. ഇനി അടുത്ത പോസിബിലിറ്റി ക്യാരക്ടറിസ്റ്റിക് എഫ് ഈസ് ഈക്വൽ ടു പി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പോൾ പി ഇൻറ്റു എ കെ ഈസ് ഈക്വൽ ടു 0 ആവുന്ന ഏറ്റവും ചെറിയ എല്ലാ കെയ്ക്കും പി ഇൻറ്റു എ കെ ഈസ് ഈക്വൽ ടു 0 ആവുന്ന ഈ എഫിലെ എല്ലാ എലമെൻസിലും പി ഇൻറ്റു ഒരു എ ഉണ്ടെങ്കിൽ പി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു 0 ആവുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് ഈ പി എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ നമ്മളെ കോഫിഷ്യൻസിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പി ഇൻറ്റു എ കെ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ പി ഇൻറ്റു എ കെ ഈസ് ഈക്വൽ ടു 0 ആണ്. അതേപോലെ തന്നെ തൊട്ട് മേളിൽ നമുക്ക് കിട്ടിയിട്ട് കെ ഇൻറ്റു എ കെ ഈസ് ഈക്വൽ ടു 0 ആണെന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും ചെറിയ ആൾ പി ആണ്. അപ്പോൾ പി ആരെ ഡിവൈഡ് ചെയ്യണം? കെയിനെ ഡിവൈഡ് ചെയ്യണം. പി ഹാവ് എ കെ ഈസ് ഈക്വൽ ടു, അപ്പോൾ പി കെയിനെ ഡിവൈഡ് ചെയ്യത്തില്ല എങ്കിലോ? അങ്ങനെയും പോസിബിലിറ്റീസ് വരാം. കെയും പിയും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഏത് രീതി വേണേലും കെയ്ക്ക് വരാം. വി ഹാവ് ക്യാരക്ടറിസ്റ്റിക് പി ഈസ് ഈക്വൽ നോട്ട് ഈക്വൽ 0, വി ഹാവ് എ കെ ഈസ് ഈക്വൽ ടു 0 വെൻ പി ഡസ് നോട്ട് ഡിവൈഡ്. ഇപ്പോൾ പി ഡസ് നോട്ട് ഡിവൈഡ് കെ ആണെങ്കിൽ കെ ഇൻറ്റു എ കെ ഈസ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എ കെ 0 ആയേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പി നോൺ സീറോ എ കെകൾ എവിടെ ഉള്ളത്? പി ഡിവൈഡ്സ് കെ വരുമ്പോൾ നമുക്ക് കെ ഇൻറ്റു എ കെ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പം കെ ഇൻറ്റു എ കെ ഈസ് ഈക്വൽ ടു 0 ആണ്. പി ഇൻറ്റു എ കെ ക്യാരക്ടറിസ്റ്റിക് പി ആയതുകൊണ്ട് അതും 0 ആവും. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ പി ഡിവൈഡ്സ് കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പി ഡസ് നോട്ട് ഡിവൈഡ് കെ ആണെങ്കിൽ കെ ഇൻറ്റു എ കെ ഈസ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എ കെ 0 ആയേ പറ്റത്തുള്ളൂ. When characteristic f is equal to p not equal to 0, we have a k is equal to 0 when p does not divide k. Thus the only powers of x that appear in the sum an into x raised to n plus etc plus a1x plus a naught are those of the form x raised to pj is equal to x raised to p the whole raised to j. Thus the only powers. അപ്പോൾ ഈ പോളിനോമിയലിനകത്തിൽ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എക്സെട്രാ പ്ലസ് എ വൺ എക്സ് പ്ലസ് എ നോട്ടിനകത്തിൽ ഈ പല എ കെകളും 0 ആവുന്നത് എപ്പോഴാണ്? പി ഡസ് നോട്ട് കെ ഡിവൈഡ്സ് കെ വരുമ്പോൾ എ കെകളെല്ലാം 0 ആവും. പി ഡിവൈഡ്സ് കെ വരുമ്പോൾ എ കെകൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ. അങ്ങനെയുള്ള കോഎഫിഷ്യൻറ്റുകളെല്ലാം ഇവിടെ അതിൻ്റെ ടേംസേ കാണുള്ളൂ. അപ്പോൾ എക്സ് റേസ് ടു പി റേസ് ടു ജെ എക്സ് റേസ് ടു പി ജെ ഫോമിലായിരിക്കും നമുക്ക് വരുന്നത്. എക്സ് റേസ് ടു പി ജെ is equal to x raised to p the whole raised to j എന്ന് നമുക്ക് എഴുതാം. It follows that f of x is equal to g of x raised to p for some g of x. അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു പവർ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു ഒരു പി ഇൻറ്റു ഒരു ഫോമിലായിരിക്കും നമുക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് റേസ് ടു പി ഫോർ സം ജി ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4p പ്ലസ് 3x raised to 2p പ്ലസ് എക്സ് റേസ് ടു പി പ്ലസ് 1 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 പ്ലസ് 3x² പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞ പോളിനോമിയലിനകത്തിൽ എക്സ് റേസ് ടു പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടുമല്ലോ. ഓക്കെ, അത് അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഡെഫിനിഷൻ പെർഫെക്റ്റ് വിഡ് എ ഫീൽഡ് ക്യാപിറ്റൽ എഫ് ഈസ് കോൾഡ് പെർഫെക്റ്റ് ഇഫ് എഫ് ഹാസ് ക്യാരക്ടറിസ്റ്റിക് 0 ഓർ ഇഫ് എഫ് ഹാസ് ക്യാരക്ടറിസ്റ്റിക് പി. അപ്പോൾ ഒരു ഫീൽഡ് എഫിനെ പെർഫെക്റ്റ് ഫീൽഡ് എന്ന് വിളിക്കണമെങ്കിൽ ഒന്നിൽ തന്നെ ക്യാരക്ടറിസ്റ്റിക് 0 അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പി ഉണ്ടായിരിക്കണം. ആൻഡ് എഫ് റേസ് ടു പി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ റേസ് ടു പി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ എഫ് ഈക്വൽ ടു എഫ് റേസ് ടു പി ഈസ് ഈക്വൽ ടു എഫ് ആവുക. ഇത്രയാണ് കണ്ടീഷൻസ്.
Theorem 20.7 finite fields are perfect. Every finite field is perfect. Let F be a finite field of characteristic P. ഇപ്പോൾ ഫൈനൈറ്റ് ഫീൽഡുകളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് കാണിക്കണം. എഫ് എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പി നമുക്ക് എടുക്കുന്നു. കൺസിഡർ ദി മാപ്പിംഗ് ഫൈവ് ഫ്രം എഫ് ടു എഫ് ഡിഫൈൻഡ് ബൈ ഫൈവ് എഫ് എക്സ് ഇസ് എക്സ് റൈസ് ടു പി. ഇപ്പോൾ ഫൈവ് എന്ന് പറയുന്ന ഒരു മാപ്പിംഗ് എഫ് ഇന്ന് എഫിലേക്ക് ഡിഫൈൻ ചെയ്യാണ്. ഫൈവ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു പി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എഫ്. 5x is equal to x raised to p for all x belongs to f. അങ്ങനെയാണ് നമ്മൾ ഫൈ ഡിഫൈൻ ചെയ്യുന്നത്. വി ക്ലെയിം ദാറ്റ് ഫൈ ഈസ് എ ഫീൽഡ് ഓട്ടോമോർഫിസം. അപ്പോൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫൈ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഓട്ടോമോർഫിസം ആണെന്ന് നമ്മൾ ക്ലെയിം ചെയ്യും. ഒബ്വിയസ്ലി ഫൈ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എ ബി ദ ഹോൾഡസ്റ്റ് പി. ഓക്കെ, അപ്പോൾ ഫീൽഡ് ഓട്ടോമോർഫിസം ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഫൈ ഓഫ് എ ബി കണ്ടുപിടിക്കുമ്പോൾ എ ഇൻറ്റു ബി ദ ഹോൾഡസ്റ്റ് പി ഈസ് ഈക്വൽ ടു എ റെസ്റ്റ് പി ഇൻറ്റു ബി റെസ്റ്റ് പി എന്ന് എഴുതാൻ കണ്ടത് ഫീൽഡാണ്. അത് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതിന് ഈക്വൽ ടു ഫൈവ് എഫ് ഇൻറ്റു ഫൈവ് പി എന്ന് എഴുതാം. മോർ ഓവർ ഫൈവ് എഫ് എ പ്ലസ് ബി കണ്ടുപിടിക്കുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾസ്റ്റ് പി. അപ്പം ബൈനോമിയൽ തിയറം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തേക്കുന്നു. പിന്നെ ക്യാരക്ടറിസ്റ്റിക് പി ആയതുകൊണ്ട് അതിനകത്ത് പി വരുന്ന എല്ലാ ടൈമും സീറോ ആയിപ്പോവും. ബാക്കി എ റെസ്റ്റ് പി പ്ലസ് ബി റെസ്റ്റ് പിയേ ഉള്ളൂ. സിൻസ് ഈച്ച് പി സി ഐ ഈസ് ഡിവിസിബിൾ ബൈ ബീസ്. ഫൈനലി സിൻസ് x raised to p not equal to 0 when x not equal to 0, comma kernel of I is equal to set 0. അപ്പോൾ finally since each PCI is divisible by p, finally since x raised to p not equal to 0 when x not equal to 0, comma kernel of I is equal to set 0. അതെ, x not equal to 0 ആണെങ്കിൽ x raised to p എന്ന് പറയുന്നത് not equal to 0 ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ കേണൽ ഓഫ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കേണൽ ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് ഇസിക്കൽ എക്സ് റെസ്റ്റ് പി ഇസിക്കൽ 0 ആവുന്ന എക്സുകളാണ്. അപ്പം എക്സ് 0 ആയാലും എക്സ് റെസ്റ്റ് പി 0 ആകത്തുള്ളൂ. അപ്പോൾ കേണൽ ഓഫ് ഫൈ ഇസിക്കൽ 0 ആണ്. ദസ് കേണൽ ഓഫ് ഫൈ 0 ആണ്. 5 1 1 ആണ്. ആൻഡ് സിൻസ് എഫ് ഫൈനൈറ്റ് ആയതുകൊണ്ട് ഒരു 1 1 ഫംഗ്ഷൻ ഫൈനൈറ്റ് സെറ്റിൽ അത് ഓൺ ടു ആയിരിക്കും. ദിസ് പ്രൂവ്സ് ദാറ്റ് അപ്പോൾ എഫ് റെസ്റ്റ് പി ഇസിക്കൽ ടു എഫ് ആണ്. കാരണം 1 1 ഓൺ ടു ഒരു ഫംഗ്ഷൻ നമ്മൾ എഫ് റെസ്റ്റ് പി എന്ന് എഫിലേക്ക് എഫിന്ന് എഫ് റെസ്റ്റ് പിയിലേക്ക് ഡിഫൈൻ ചെയ്തു. 1 1 ഓൺ ടു ആണ്. അതേപോലെ തന്നെ ഓട്ടോമോർസം പ്രോപ്പർട്ടിയും ഐസോമോർസം പ്രോപ്പർട്ടിയും ഉണ്ട്. അപ്പോൾ എഫ് റെസ്റ്റ് പി ഈസ് ഈക്വൽ ടു എഫ് ആണ്.